ഏത് നേരം ഫോൺ നോക്കി ഇരിക്കുക. പുറത്തോട്ടൊക്കെ പോയി കളിക്കാൻ നോക്കടി. കളിക്കാനൊക്കെ പോയ വേർക്കും അച്ഛമ്മേ. ഇതാകുമ്പോ ഫോൺ നോക്കി ഇരുന്നാ മതിയല്ലോ, സുഖമല്ലേ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. ആ ചെറുനെ പെരുന്നാളായിക്കൊണ്ട് ആരുടെ വീട്ടിൽ ബിരിയാണി കഴിക്കാനൊന്നും പോയില്ലേ? കഴിഞ്ഞ പെരുന്നാളിനൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപടി കൂട്ടുകാരായിരുന്നു ബിരിയാണി കഴിക്കാൻ വിളിക്കാൻ. ഇപ്പോൾ ഒന്നും നാട്ടിലൊരു മനുഷ്യൻ പോലും ഇല്ല, എല്ലാവരും നാട് വിടുവല്ലേ. നമ്മളെയൊക്കെ ആര് വിളിക്കാനൊക്കെ. അത് നീ പറഞ്ഞാൽ ശരിയാ. പിള്ളേരെല്ലാം വിദേശത്തൊക്കെ പോയി. നാട്ടിൽ എന്നെപ്പോലെ കുറേ വയസ്സിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാട്ടിലുണ്ടല്ലോ ഒരു വൃദ്ധസദനം തുടങ്ങുകയാണെങ്കിൽ നല്ല ബിസിനസ്സാണ്. UK അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇവിടുന്ന് കേരളമാരെല്ലാം കയറി പോണത്. ഒരു 10 വർഷം കൂടെ കഴിഞ്ഞോട്ടെ കേരളം മൊത്തം വൃദ്ധസദനമായിരിക്കും. നമ്മളിപ്പോൾ സായിപ്പിനെ മദാമിനെ നോക്കാൻ അങ്ങോട്ട് പോകുന്ന പോലെ അവരിപ്പോൾ 10 വർഷം കഴിയുമ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് നോക്കുമായിരിക്കുമല്ലോ. നിങ്ങളെ നോക്കാൻ സായിപ്പ് മാതാമേ വരും, പക്ഷെ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ആയിരിക്കും. ചെയ്യാനാ നമ്മുടെ ജീവിതത്തിൽ മതവും രാഷ്ട്രീയവും ഒക്കെ തള്ളിക്കയറ്റുമല്ലേ. അപ്പം ആരെങ്കിലും ഈ നാട്ടിൽ നിൽക്കൂ? എടാ അതൊക്കെ നമ്മുടെ 90s കാലഘട്ടം. പറയുമ്പോൾ എല്ലാവർക്കും കളിയാക്കലൊക്കെ ആയിരിക്കും. പക്ഷെ അതുപോലെ ലൈഫ് നമ്മുടെ പിള്ളേർക്ക് ഇനി കിട്ടുമോ? അന്നൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് എന്നാ വേണേലും പറയാമായിരുന്നു, രണ്ട് തെറി വിളിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഇന്നൊക്കെ ഉണ്ടല്ലോ ആരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും പറയും, ആ ജാതിയുള്ളവൻ്റെ വായിൽ നീ കേട്ടില്ലേ, എനിക്ക് നാണയില്ലേ എന്ന് പറയുന്ന കാലഘട്ടം ഇപ്പോൾ. സത്യാടാ, അന്നൊക്കെ ഹിന്ദുവെന്നോ ക്രിസ്ത്യനോ മുസ്ലിംന്നോ ഒന്നും വേർതിരിവില്ലാതെ എല്ലാവരുടെ ഒരൊറ്റ ഇലക്കകത്തുനിന്ന് കൈയിട്ട് വാരി കഴിക്കുമായിരുന്നു. ഒന്നും മിണ്ടാതിരിക്കാവോ? നിങ്ങൾ മാത്രമേ കൊള്ളത്തുള്ളൂ, ഞങ്ങളുടെ ജനറേഷൻ ഒന്നും കൊള്ളത്തില്ലേ? എല്ലാരും കൂടെ ഇരലക്കകത്ത് ഫുഡ് കഴിക്കുന്നതാണ് ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത്. നീ എന്നാ പറഞ്ഞേ, ഇലക്കകത്ത് കഴിക്കുന്നതാണ് ഇത്ര വലിയ കാര്യമെന്നോ? എടി ഞങ്ങളുണ്ടല്ലോ സ്കൂളിൽ കൂട്ടുകാരെല്ലാം കൂടെ ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടി ഇരിക്കും. അപ്പോൾ അതിനകത്ത് ഒരുത്തൻ ഇലക്കകത്ത് ചോറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാത്രത്തിലെ ചോറെല്ലാം കൂടെ അതിനകത്തോട്ട് ഇടും. അതിനകത്ത് പലതരം കറികൾ കാണും. എൻ്റെ അമ്മ ഉണ്ടാക്കിയതും എൻ്റെ കൂട്ടുകാരൻ സലീമിൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കിയതും എൻ്റെ ബാലുവിൻ്റെ അമ്മ ഉണ്ടാക്കിയതും അങ്ങനെ പലതരം കറികൾ അതിനകത്ത് കാണും. അപ്പം സലീമിൻ്റെ ഉമ്മച്ചിയുടെ കറിയായിരിക്കും എനിക്കിഷ്ടം, എൻ്റെ അമ്മ ഉണ്ടാക്കിയതായിരിക്കാം ബാലുവിന് ഇഷ്ടം. അപ്പം ഞാൻ സലീമിനോട് പറയും, എടാ എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കിയ കറി അടിപൊളിയാന്ന് പറയും. അപ്പം സലീം വീട്ടിൽ പോയിട്ട് പറയും, ജെറിന് ഉമ്മച്ചിയുടെ കറി ഇഷ്ടപ്പെട്ടെന്ന് പറയും. അപ്പം നാളെ ആ ഉമ്മച്ചി കറി ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടിയിട്ട്. എൻ്റെ അമ്മ കറി ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? സലീമിന് വേണ്ടിയിട്ട്. അതുപോലെ ബാലുവിനും റമീസിനും അജീഷിനും എല്ലാവർക്കും അവരവരുടെ അമ്മമാർ മാറി മാറി അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാകും. ആ ഫീലിനാ നിനക്കറിയാവോ? കേട്ടല്ലോ, ഇനിയും പറ. 90s കിട്ട് അടിപൊളിയല്ലേ? എടി നിങ്ങളുടെ ജനറേഷൻ തന്നെയല്ല, എല്ലാ ജനറേഷനും അടിപൊളിയാണ്. പക്ഷെ രാഷ്ട്രീയവും മതവും ആവശ്യത്തിന് മാത്രം മതി. അധികമായാൽ അമൃതും വിഷമാണെന്നല്ലേ പറയുന്നത്.